പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, ഈ തന്തയ്ക്ക് പറക്കാത്ത പുരോഹിതവർഗം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം ചെയ്യുന്നു. ഇന്ന് കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതൻ പറഞ്ഞത് തന്നെ അതിന് ഞാൻ മറുപടി ഇട്ടിട്ടുണ്ട്. മക്കളെ, നമ്മുടെ ജീവിതത്തെ, അതായത് ദൈവം തൻ്റെ ആളുകളെ മേയ്ക്കാനായിട്ട്, ഞാൻ പറയാം, ഒരു പുരോഹിതനെ ഏൽപ്പിച്ചില്ല. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവിടെ ആടുകളുടെ ഇടയൻ ആ ആട്ടിൻ തൊഴുത്തിൽ കൂടി പ്രവേശിച്ച് അവരുടെ ആടിൻ്റെ ഇടയന്മാർ അവരുടെ ശബ്ദം കേട്ടുകൊണ്ട് ആടുകൾ അവരെ പിഞ്ചൊല്ലും, പിന്നെ അവരുടെ പുറകെ ചെല്ലും. ഇന്നത്തെ ഇടയന്മാർ അവർ ആടുകളെ മുന്നേ വിട്ടേച്ച് പുറകിൽ നിന്നിട്ട് അവരെ നശിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു വിടുന്നു. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല, ഇന്നത്തെ ഈ പുരോഹിതവർഗം ഏതെല്ലാം, ഞാൻ പറഞ്ഞുതരാം, എല്ലാവന്മാരെയും ഞാൻ ശരിയാക്കും. നീയൊക്കെ വിശ്വാസികളെ നശീകരിച്ച് അവരെ നശീകരണത്തിന്റെ പാതയിലേക്ക് പറഞ്ഞയക്കുന്ന ദരിദ്രവാസികളാണ് ഇന്നത്തെ പുരോഹിതവർഗം. പറഞ്ഞുതരാം, പൊത്തയാൽ പള്ളിയിൽ തന്നെ ഉണ്ട് ഇടവക ദിനം. അവിടെ എന്തൊക്കെയാ കൊണ്ടുവന്നത്? സ്വർണം, വെള്ളി, അവൻ്റെ അമ്മയുടെ കോപ്പെല്ലാമാ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞുതരാം, ആ ദേവാലയത്തെ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുക, ആ ദേവാലയം നശിച്ചുകൊണ്ടിരിക്കുക. ആ പുതിയ വികാരി വന്നു, അവനും പറഞ്ഞു ഞാൻ എല്ലാം ശരിയാക്കും. എവിടെ? ദേവാലയത്തിൽ മുഴുവൻ. ഇപ്പം എത്ര ദിവസമായി ഉടക്ക് വന്നു, ഒരു കാര്യവും ചെയ്തില്ല. ആ ദേവാലയത്തിൻ്റെ അകത്തെ ചോർച്ച നിർത്താൻ ഈ ജനവാസികൾക്ക് എന്നും കഴിഞ്ഞില്ല. നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും, പേടിക്കണ്ട. ഫാദറാമയിലല്ല, ഏത് കോപ്പനാണെന്ന് പറഞ്ഞാലും നീയൊക്കെ കാതോലിക്കാതെ മറ്റ് താങ്ങി നടക്കുന്ന കൈവറിഞ്ഞു പോകണം മാമാരെ. നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും. ഞാൻ ആരെന്നുള്ളത് എടാ, നീയൊക്കെ
ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചെറുപ്രായത്തിൽ വലിയ ഇതിന് ചേർന്നവനാണ് ഞാൻ. പക്ഷെങ്കിൽ ഞാൻ പോയത് എനിക്കറിയാം ആത്മാർത്ഥത പോരാ, വിശുദ്ധി വേണമെന്ന് കണ്ടുകൊണ്ട് ആ വിശുദ്ധി എന്നിൽ നിന്നുണ്ടാകത്തില്ലെന്ന് കണ്ടുകൊണ്ട് ദേശവാസി നീയൊക്കെ ഇന്നും നടക്കുക ആത്മീയം പറഞ്ഞുകൊണ്ട്. നീ ഇനിയും തൈബൂസു ഞാൻ പറഞ്ഞുതരാം. ഫാദറമയിൽ നീ വിശുദ്ധ ദേവാലയത്തിൽ വന്നു കയറിയപ്പോൾ നീ നിന്റെ കുപ്പായം, കറുത്ത കുപ്പായം മദ്ബഹായിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു തൻ്റെ കൂട്ടുകാരനതായത് സിജു കപ്പ്യാർ നിന്റെ കുപ്പായം വെക്കാനുള്ള സ്ഥലമാണുള്ള മൈല ഈ ദേവാലയത്തിൻ്റെ മദ്ബഹ. അവരറിപ്പൂറേ മോനെ, നീയൊക്കെ മനസ്സിലാക്കൂ.